പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ വരുന്ന 29-ാം തീയതി കാലത്ത് 10 മണിക്ക് ചെന്നൈ ജനറൽ മാനേജർ ഓഫീസിന് മുമ്പിലേക്ക് റെയിൽവേ തൊഴിലാളികൾ മാർച്ച് ചെയ്യുകയാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ ചരിത്ര വിജയത്തോടുകൂടി റെയിൽവേ തൊഴിലാളികൾ അംഗീകരിച്ചിട്ടും റെയിൽവേ ഭരണകൂടം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കേവലം 0.15% മാത്രം വോട്ട് അധികമുള്ള സംഘടനയ്ക്ക് 170ഓളം ബ്രാഞ്ചുകളും ഓഫീസുകളും നൽകിയിട്ടുള്ള റെയിൽവേ അധികാരികൾ റഫറൻഡം കഴിഞ്ഞ് അരവർഷം കഴിഞ്ഞിട്ടും ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് 70 ബ്രാഞ്ചുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്നാൽ ഈ അനുവദിച്ചിട്ടുള്ള ബ്രാഞ്ചുകൾക്ക് പോലും ഓഫീസുകൾ നൽകാതെ ഇരിക്കുകയാണ്. അതുപോലെ റെയിൽവേയിലെ പോസ്റ്റിങ്ങുകളിൽ, ട്രാൻസ്ഫറുകളിൽ സ്വജന പക്ഷപാതവും അതുപോലെ തന്നെ തൊഴിലാളികളുടെക്കെതിരെ നീതി നിഷേധിക്കുന്ന, അവരുടെ ട്രാൻസ്ഫർ പ്രയോറിറ്റികളെ അട്ടിമറിക്കുന്ന, തോന്നുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ റെയിൽവേയിലുണ്ട്. അത് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ എന്നുള്ള ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള, ഒരു നൂറ്റാണ്ടിൻ്റെ പോരാട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും ചരിത്രമുള്ള യൂണിയൻ ഉള്ളിടത്തോളം കാലം റെയിൽവേയിൽ വെച്ച് പൊറുപ്പിക്കാൻ റെയിൽവേ തൊഴിലാളികൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പറയാനാണ് GM ഓഫീസിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾ മാർച്ച് ചെയ്യുന്നത്. ആ മാർച്ച് വൻ വിജയമാക്കാൻ ദക്ഷിണ റെയിൽവേയിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും അതിൽ അണിനിരക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങളോടെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് വേണ്ടി സോണൽ വൈസ് പ്രസിഡന്റ് മാത്യു സുരേഷ് P.